ത്രിയേക ദൈവത്തിന് സ്തുതി. സമയം സാക്ഷിയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കാലത്തിൻ്റെ തിരശ്ശീല നീങ്ങുമ്പോൾ ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്നും നമ്മൾ ഇന്ന് 2 നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള ഇന്ത്യയിലേക്ക് എത്തുകയാണ്. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ നിഴലിൽ ദാരിദ്ര്യത്തിലും ദുരാചാരങ്ങളിലും മുങ്ങിക്കിടന്ന ഒരു കാലം. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ കടലിനക്കരെ ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു സാധാരണക്കാരൻ ഇന്ത്യയിലേക്ക് വരുന്നു. അദ്ദേഹത്തിൻ്റെ വരവ് വെറുമൊരു യാത്രയായിരുന്നില്ല, അതൊരു വിപ്ലവത്തിൻ്റെ തുടക്കമായിരുന്നു. മറ്റാരുമല്ല, വില്യം കാരി. ഒരു സാധാരണ ചെരുപ്പുകുത്തിയിൽ നിന്ന് ഒരു രാജ്യത്തിൻ്റെ വിപ്ലവകാരിയായി മാറിയ ആ ജീവിതത്തിൻ്റെ സാക്ഷ്യപത്രമാണ് ഇന്നത്തെ സമയം സാക്ഷി. ആയിരത്തി 1761 ഇംഗ്ലണ്ടിലെ ഒരു കൊച്ചു ഗ്രാമത്തിലാണ് വില്യം കാരി ജനിച്ചത്. 5 മക്കളിൽ മൂത്തവനായിരുന്ന കാരിയുടെ മാതാപിതാക്കൾ എഡ്മണ്ടും എലിസബത്ത് കാരിയും നെയ്ത്തുകാരായിരുന്നു. ദാരിദ്ര്യം നിറഞ്ഞതായിരുന്നു ആ ബാല്യം. എന്നാൽ ആ കൊച്ചു പയ്യൻ്റെ മനസ്സ് സാധാരണ കുട്ടികളെ പോലെ അല്ലായിരുന്നു. അവനൊരു പ്രത്യേകതയുണ്ട്. കടുത്ത സൂര്യപ്രകാശം ശരീരത്തിലേൽക്കാൻ പാടില്ലാത്ത ഒരു രോഗം. ചെറുപ്പത്തിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന ആ രോഗം അദ്ദേഹത്തെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിനാൽ സ്കൂളിൽ പോകാൻ സാധിക്കാതെ അദ്ദേഹം വീടിനടുത്ത് തന്നെ ഒതുങ്ങിക്കൂടി. പക്ഷേ ആ ഒറ്റപ്പെടൽ അദ്ദേഹത്തിൻ്റെ മനസ്സിനെ കൂടുതൽ വിശാലമാക്കി. പുസ്തകങ്ങളായിരുന്നു അവൻ്റെ ലോകം. പ്രത്യേകിച്ച് പ്രകൃതിശാസ്ത്രത്തിലും സസ്യശാസ്ത്രത്തിലും ആ ബാലന് വല്ലാത്ത താല്പര്യമുണ്ടായിരുന്നു. ഓരോ ചെടിയെയും ഓരോ ജീവിയെയും അവൻ ഗഹനമായി പഠിച്ചു. സ്വന്തമായി ലാറ്റിൻ ഭാഷയും ഇതിനോടകം അവൻ വശത്താക്കി. 14-ാമത്തെ വയസ്സിൽ തൻ്റെ രോഗം കാരണം നെയ്ത്ത് ജോലി ചെയ്യാനാവില്ലെന്ന് മനസ്സിലാക്കിയ വില്യം കാരി ഒരു ചെരുപ്പുകുത്തിയുടെ സഹായിയായി ചേർന്നു. പിന്നീട് ഈ തൊഴിലിൽ തന്നെ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും സ്വയം ഒരു ചെരുപ്പുകുത്തിയായി മാറുകയും ചെയ്തു. എന്നാൽ ചെരുപ്പുകൾ തുന്നുന്നതിൻ്റെ ഇടയിലും അവൻ്റെ മനസ്സ് ലോകം മുഴുവനും സഞ്ചരിക്കുകയായിരുന്നു. അക്കാലത്ത് പ്രസിദ്ധമായിരുന്ന ഒരു പുസ്തകം ക്യാപ്റ്റൻ ജെയിംസ് കുക്കിൻ്റെ യാത്രാ വിവരണം കാരിയുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. ലോകത്ത് ഇന്നും സുവിശേഷം കേൾക്കാത്ത ലക്ഷക്കണക്കിന് മനുഷ്യരുണ്ട് എന്ന് ആ പുസ്തകം അവനെ പഠിപ്പിച്ചു. ആ തിരിച്ചറിവാണ്, ആ സ്വപ്നമാണ് ഒരു സാധാരണ ചെരുപ്പുകുത്തിയെ ലോകം കണ്ട ഏറ്റവും വലിയ മിഷണറിയിലേക്ക് വഴി നടത്തിയത്. തൻ്റെ സ്വപ്നം സഭയിലെ മറ്റുള്ളവരോട് പറയുവാൻ കാരിക്ക് വലിയ ആവേശമായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ കാത്തിരുന്നത് കടുത്ത നിരാശയായിരുന്നു. അക്കാലത്തെ ചിന്താഗതി മിഷണറി പ്രവർത്തനങ്ങൾ ദൈവത്തിൻ്റെ മാത്രം ജോലിയാണ് എന്നതായിരുന്നു. ദൈവം ഇഷ്ടപ്പെടുന്നു എങ്കിൽ അദ്ദേഹം തന്നെ മിഷണറി പ്രവർത്തനങ്ങൾ നടത്തട്ടെ എന്ന് അദ്ദേഹത്തെ പരിഹസിച്ചവരും ധാരാളം ഉണ്ടായിരുന്നു. എന്നാൽ കാരി വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. 1792 അദ്ദേഹം അക്രൈസ്തവരെ സുവിശേഷം അറിയിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്ന വിഷയത്തിൽ ഒരു ലഘുലേഖ എഴുതി. ഈ ഒരു എഴുത്ത് അക്കാലത്ത് ഒരു വലിയ ചർച്ചയ്ക്ക് വഴിയൊരുക്കി. അങ്ങനെ 1792 ഒക്ടോബർ 2 ഇംഗ്ലണ്ടിലെ കേറ്ററിങ്ങിൽ വെച്ച് വില്യം കാരിയും സാധുക്കളായ മറ്റു 11 പാസ്റ്റേഴ്സും ചേർന്ന് ബാപ്റ്റിസ്റ്റ് മിഷണറി സൊസൈറ്റിക്ക് രൂപം കൊടുത്തു.
അവരുടെ കൈവശം ആകെ ഉണ്ടായിരുന്നത് വെറും 13 പൗണ്ടും 2 ഷില്ലിങ്ങും മാത്രമായിരുന്നു. അത് ഇന്നത്തെ ഏകദേശം 1000 രൂപയ്ക്ക് തുല്യമായ മാത്രം തുകയായിരുന്നു എന്നോർക്കണം. ഈ ചെറിയ തുകയുമായിട്ടാണ് ലോകം കണ്ട ഏറ്റവും വലിയ മിഷണറി പ്രസ്ഥാനം ഒരു സാധാരണക്കാരൻ്റെ മനസ്സിൽ നിന്ന് പിറവിയെടുക്കുന്നത്. ആയിരത്തി 1793 ക്യാരിയും തൻ്റെ ഭാര്യയും 4 കുട്ടികളും ഇന്ത്യയിലേക്ക് കപ്പൽ കയറി. പക്ഷേ ഒരു രാജ്യത്തിൻ്റെ ചരിത്രം മാറ്റി എഴുതുവാൻ ഇറങ്ങിയ ആ മനുഷ്യനെ കാത്തിരുന്നത് വലിയ ദുരന്തങ്ങളായിരുന്നു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വ്യാപാര കുത്തക കാരണം യാത്രാനുമതി ഇല്ലാതെയാണ് അദ്ദേഹം ഇവിടേക്ക് വന്നത്. ഇന്ത്യയിലെത്തിയ അവർക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭാഗത്തു നിന്ന് യാതൊരു പിന്തുണയും സഹായവും ലഭിച്ചില്ല. സ്വന്തമായി ഒരു സ്ഥലമില്ലാതെ, കയ്യിൽ പണമില്ലാതെ അവർ വല്ലാതെ കുടുംബമായി കഷ്ടപ്പെട്ടു. രോഗങ്ങൾ അവരുടെ കുടുംബത്തെ വല്ലാതെ തകർത്തു. ക്യാരിയുടെ ഭാര്യ ഡൊറോത്തിക്ക് മാനസിക രോഗം ബാധിച്ചു. ഒരു ഘട്ടത്തിൽ ആ ദുരിതങ്ങൾ സഹിക്കാനാകാതെ മകൻ പീറ്ററും മരണപ്പെടുകയുണ്ടായി. ഒരു സാധാരണ മനുഷ്യൻ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചു പോകാമായിരുന്ന ആ നിമിഷങ്ങളെ അതിജീവിച്ച് ക്യാരി ഇന്ത്യയിൽ തന്നെ തങ്ങാൻ തീരുമാനിച്ചു. ആ തീരുമാനമാണ് ഇന്ത്യയുടെ ചരിത്രത്തെ പിൽക്കാലത്ത് മാറ്റിമറിച്ചത്. ജീവിതത്തിൻ്റെ ഇരുണ്ട കാലഘട്ടത്തിലും ക്യാരി തൻ്റെ ലക്ഷ്യത്തിൽ ഉറച്ചു നിന്നു. പിന്നീട് അദ്ദേഹം സഹപ്രവർത്തകരായിരുന്ന വില്യം വാർഡ്, ജോഷുവ മാർഷ്മാൻ എന്നിവരുമായി ചേർന്ന് സെറാംപൂർ മിഷന് രൂപം നൽകി. ഈ 3 പേരെയും സെറാംപൂർ ത്രിമൂർത്തികൾ എന്നാണ് ചരിത്രം പിന്നീട് വിശേഷിപ്പിച്ചത്. അത് ഒരു മിഷൻ സെൻറ്റർ മാത്രമായിരുന്നില്ല, മറിച്ച് ഭാഷയുടെയും വിദ്യാഭ്യാസത്തിൻ്റെയും സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെയും ഒരു കേന്ദ്രം തന്നെയായിരുന്നു. ക്യാരിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വിശ്വപ്രസിദ്ധമായ സെറാംപൂർ യൂണിവേഴ്സിറ്റിയെക്കുറിച്ചും അല്പം കാര്യമായി നാം സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട്. 1818 വില്യം ക്യാരി, ജോഷുവ മാർഷ്മാൻ, വില്യം വാർഡ് എന്നീ മിഷണറിമാർ നേരത്തെ ചിന്തിച്ചു. ഇവർ സെറാംപൂർ ത്രിമൂർത്തികൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇവർ ചേർന്ന് സ്ഥാപിച്ച സെറാംപൂർ യൂണിവേഴ്സിറ്റിയുടെ പ്രധാന ലക്ഷ്യം എല്ലാ ജാതിയിലും മതത്തിലുമുള്ള വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം സൗജന്യമായി നൽകുക എന്നതായിരുന്നു. കലയിലും ശാസ്ത്രത്തിലും വിദ്യാഭ്യാസം നൽകുന്നതിനോടൊപ്പം വളർന്നു വരുന്ന ക്രൈസ്തവ സമൂഹത്തിലെ ശുശ്രൂഷകർക്ക് പരിശീലനം നൽകുവാനും ഈ യൂണിവേഴ്സിറ്റിയിലൂടെ അവർ തീരുമാനിച്ചു. കോളേജ് സ്ഥാപകരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഒരു വലിയ പിന്തുണ പിൽക്കാലത്ത് ലഭിക്കുകയുണ്ടായി. 1827 ഡെൻമാർക്ക് രാജാവായ ഫ്രെഡറിക് 6 കോളേജിന് ഒരു റോയൽ ചാർട്ടർ നൽകി. ഈ ചാർട്ടർ വഴി ആർട്സ്, തിയോളജി എന്നീ വിഷയങ്ങളിൽ ബിരുദം നൽകുവാനുള്ള അധികാരം കോളേജിന് ലഭിച്ചു. 1918 ബംഗാൾ ഗവൺമെൻറ് നിയമത്തിലൂടെ ഈ ചാർട്ടർ വീണ്ടും അംഗീകരിക്കപ്പെട്ടു. 1845 ഡെൻമാർക്ക് തങ്ങളുടെ ഇന്ത്യൻ കോളനികൾ ബ്രിട്ടന് കൈമാറി എങ്കിലും കോളേജിൻ്റെ പ്രവർത്തനങ്ങൾക്ക് യാതൊരു തടസ്സവും നേരിട്ടില്ല. 1857 ഇത് പുതുതായി സ്ഥാപിച്ച കൽക്കട്ട യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. പിന്നീട് 1883 ഇത് ഒരു ആർട്സ് കോളേജായി പ്രവർത്തിക്കുന്നത് നിർത്തി പൂർണ്ണമായും ക്രിസ്ത്യൻ പരിശീലന സ്ഥാപനമായി മാറുകയുണ്ടായി. എങ്കിലും 1911 വീണ്ടും കൽക്കട്ട യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്യുകയും 1913 മുതൽ ബാച്ചിലർ ഓഫ് ആർട്സ് ബിരുദം വീണ്ടും നൽകുവാൻ
ആരംഭിക്കുകയും ചെയ്തു. കോളേജ് സ്ഥാപിതമായതിൻ്റെ 100ാം വാർഷികത്തിൽ ഒരു സുപ്രധാന മാറ്റം അവിടെ സംഭവിച്ചു. 1918 ബംഗാൾ നിയമസഭ സെറാംപൂർ കോളേജ് നിയമം പാസാക്കി. ഇത് ഒരു പുതിയ ഇൻ്റർ ഡിനോമിനേഷണൽ സെനറ്റിന് രൂപം നൽകുവാൻ കാരണമായി. ഈ സെനറ്റിനാണ് ഇന്ത്യയിലെ എല്ലാ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കും തിയോളജിക്കൽ ബിരുദങ്ങൾ നൽകുവാനുള്ള അധികാരം ലഭിച്ചത്. ഇതോടെ രാജ്യത്തെ 40ലധികം തിയോളജിക്കൽ കോളേജുകൾ സെറാംപൂർ കോളേജിൻ്റെ കീഴിൽ നിലവിൽ വന്നു. ഇന്ന് സെറാംപൂർ കോളേജ് അതിൻ്റെ ചരിത്ര പ്രാധാന്യം നിലനിർത്തി മുന്നോട്ട് പോകുകയും ചെയ്യുന്നു. വില്യം ക്യാരി ലൈബ്രറിയിൽ സൂക്ഷിച്ചിട്ടുള്ള 16,000-ലധികം അപൂർവ പുസ്തകങ്ങൾ ലോകമെമ്പാടുമുള്ള ഗവേഷകർക്ക് ഒരു അമൂല്യ നിധിയാണ്. ക്യാരി, ജോഷുവ മാർഷ്മാൻ, വില്യം വാർഡ് എന്നിവരുടെ സ്വപ്നത്തിൻ്റെ പ്രതീകമായി സെറാംപൂർ കോളേജ് ഇന്നും നിലകൊള്ളുന്നു എന്നത് എത്ര ആവേശമാണ് ചരിത്രത്തിൽ. വിവിധ ഇന്ത്യൻ ഭാഷകളിൽ ബൈബിൾ വിവർത്തനം ചെയ്യുക എന്നത് ക്യാരിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമായിരുന്നു. അദ്ദേഹം ഒരു അത്ഭുത പ്രതിഭ തന്നെയായിരുന്നു. ബംഗാളി, സംസ്കൃതം, മറാത്തി, ഹിന്ദി, തെലുങ്ക്, ഒറിയ, അസാമീസ്, പഞ്ചാബി എന്നിവയുൾപ്പെടെ ഏകദേശം 35ഓളം ഭാഷകളിലേക്ക് അദ്ദേഹം ബൈബിൾ വിവർത്തനം ചെയ്തു. ഈ ഭാഷാ പഠനം അന്ന് ഇന്ത്യയിൽ ഒരു പുതിയ അറിവിൻ്റെ വാതിൽ തുറന്നു. 1801 അദ്ദേഹം കൽക്കട്ടയിലെ ഫോർട്ട് വില്യം കോളേജിൽ ബംഗാളി, സംസ്കൃതം, മറാഠി എന്നീ 3 ഭാഷകളുടെ പ്രൊഫസറായി നിയമിതനായി. ഇത് അദ്ദേഹത്തിൻ്റെ ഭാഷാ പഠനത്തിനും മിഷൻ പ്രവർത്തനങ്ങൾക്കും വലിയൊരു അംഗീകാരമായി മാറി. അദ്ദേഹം ഇന്ത്യൻ ഭാഷകൾക്ക് വ്യാകരണ ഗ്രന്ഥങ്ങളും നിഘണ്ടുകളും തയ്യാറാക്കി. സംസ്കൃതത്തെക്കുറിച്ച് പഠിക്കുവാൻ യൂറോപ്പിൽ ആദ്യമായി സംസ്കൃതം പഠിപ്പിച്ചത് വില്യം ക്യാരിയാണ്. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ കാരണം ബംഗാളി ഭാഷയ്ക്ക് ആധുനിക ബംഗാളി ഗദ്യത്തിൻ്റെ പിതാവ് എന്നൊരു വിളിപേരും കൂടെ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. ഈ വിവർത്തനങ്ങൾ അച്ചടിക്കാനായി അദ്ദേഹം സ്വന്തമായി ഒരു പ്രസ്സും അന്ന് സ്ഥാപിച്ചു. അത് ഇന്ത്യയിലെ അച്ചടി വ്യവസായത്തിൻ്റെ വളർച്ചയുടെ ഒരു തുടക്കമായിരുന്നു. വിദ്യാഭ്യാസം ഒരു രാജ്യത്തിൻ്റെ ഭാവിയാണ് എന്ന് ക്യാരി പൂർണ്ണമായും വിശ്വസിച്ചു. അതിനായി അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ കാര്യമെന്നത് സെറാംപൂർ കോളേജ് സ്ഥാപിച്ചതാണ്. ജാതി മത ഭേദമന്യേ എല്ലാവർക്കും അവിടെ പഠിക്കാൻ അവസരം ലഭിച്ചു. അവിടെ വച്ച് ആധുനിക ശാസ്ത്രവും സാഹിത്യവും തത്വചിന്തയും അദ്ദേഹം പഠിപ്പിച്ചു. ആ കോളേജ് ഇന്നും ഇന്ത്യയിലെ പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിരയിലാണ് നമുക്കറിയാം. വില്യം ക്യാരിയെ പോലുള്ള മിഷണറിമാർ ഇന്ത്യയുടെ സാമൂഹിക വിദ്യാഭ്യാസ മേഖലകളിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ഈ സ്വാധീനം ഏതാനും ചില വ്യക്തികളിൽ മാത്രം ഒതുങ്ങിയില്ല, മറിച്ച് ഒരു വലിയ പ്രസ്ഥാനമായി വളർന്നു. പരമ്പരാഗതമായ ഗുരുകുല സമ്പ്രദായത്തിൽ നിന്ന് മാറി ആധുനിക സ്കൂളുകളും കോളേജുകളും മിഷണറിമാർ സ്ഥാപിക്കുകയുണ്ടായി. സ്ത്രീകളെയും സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും വിദ്യാലയങ്ങളിലേക്ക് കൊണ്ടുവരാൻ അവർ മുൻകൈയെടുത്തു. ഇത് ഇന്ത്യയിൽ ഒരു പുതിയ വിദ്യാഭ്യാസ വിപ്ലവത്തിന് വഴിയൊരുക്കി. പ്രാദേശിക ഭാഷകളുടെ വളർച്ചയിൽ മിഷണറിമാർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അച്ചടിശാലകൾ സ്ഥാപിച്ചും നിഘണ്ടുകളും
വ്യാകരണ ഗ്രന്ഥങ്ങളും തയ്യാറാക്കിയും അവർ പ്രാദേശിക ഭാഷകളെ വല്ലാതെ സ്നേഹിച്ച് സാഹിത്യ സമ്പന്നമാക്കി. മലയാളം, തമിഴ്, തെലുങ്ക് തുടങ്ങിയ ദക്ഷിണേന്ത്യൻ ഭാഷകളുടെ ആദ്യകാല വ്യാകരണ ഗ്രന്ഥങ്ങൾ പലതും തയ്യാറാക്കിയത് മിഷണറിമാരായിരുന്നു എന്നും നാം ഈ സമയം ഓർക്കണം. ഇന്ത്യയിൽ ആധുനിക വൈദ്യശാസ്ത്രം പരിചയപ്പെടുത്തിയത് മിഷണറിമാരാണ്. രോഗികൾക്കായി ആശുപത്രികളും ഡിസ്പെൻസറികളും അവർ സ്ഥാപിച്ചു. കുഷ്ഠരോഗം പോലുള്ള മാരക അസുഖങ്ങൾ ബാധിച്ചവരെ ശുശ്രൂഷിക്കാൻ അവർ നടത്തിയ ശ്രമങ്ങൾ വളരെ വലുതാണ്. ഇന്ത്യയിൽ അച്ചടി വിദ്യ വ്യാപകമാക്കുന്നതിൽ മിഷണറിമാരുടെ പങ്ക് വിസ്മരിക്കാനാകാത്തതാണ്. അവരുടെ പ്രസ്സുകൾ പ്രാദേശിക ഭാഷകളിലുള്ള പുസ്തകങ്ങളും പത്രങ്ങളും പ്രസിദ്ധീകരിച്ചുകൊണ്ടേയിരുന്നു. ഇത് അറിവിൻ്റെ വിസ്ഫോടനം സൃഷ്ടിച്ചു. വില്യം ക്യാരി വെറുമൊരു മിഷണറി മാത്രമായിരുന്നില്ല, അദ്ദേഹം ഒരു ദീർഘദർശി കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അന്നത്തെ ലോകത്തെ തന്നെ മാറ്റി ചിന്തിപ്പിക്കുവാൻ കാരണമാകി. ആദ്യമായി മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പരമ്പരാഗത ചിന്താഗതിയെ അദ്ദേഹം മാറ്റിമറിച്ചു. അക്കാലത്ത് മിഷണറിമാർ കോളനൈസേഷൻ ശക്തികളുടെ കൂടെ സഞ്ചരിക്കുന്നവരായിരുന്നു. എന്നാൽ ക്യാരി പറഞ്ഞത് മിഷൻ പ്രവർത്തനങ്ങൾക്ക് ഒരു സ്വതന്ത്രമായ സമീപനം വേണം എന്നാണ്. ഒരു രാജ്യത്തിൻ്റെ സംസ്കാരത്തെയും ഭാഷയെയും മാനിച്ചുകൊണ്ട് മാത്രമേ അറിവിൻ്റെ വെളിച്ചം അവിടെ എത്തിക്കാൻ സാധിക്കൂ എന്ന് അദ്ദേഹം വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു. രണ്ടാമതായി, വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തു. വിദ്യാഭ്യാസവും സാമൂഹിക പരിഷ്കരണവും ഒന്നിച്ചു പോകേണ്ട കാര്യങ്ങളാണ് എന്ന് അദ്ദേഹം പൂർണ്ണമായും വിശ്വസിച്ചു. അതുകൊണ്ട് അദ്ദേഹം വെറുമൊരു മതപ്രബോധകൻ മാത്രമാകാതെ ഒരു വിദ്യാഭ്യാസ വിപ്ലവകാരി ആയി മാറിയതും ശ്രദ്ധേയമാണ്. ജാതിയും മതവും നോക്കാതെ എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകിയത് അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ ചിന്തയായിരുന്നു. മൂന്നാമതായി, സ്ത്രീകളുടെയും ദളിതരുടെയും ഉന്നമനത്തിനായി അദ്ദേഹം പോരാടി. ദളിതർക്കും പാവപ്പെട്ടവർക്കും വിദ്യാഭ്യാസം നൽകി അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ അദ്ദേഹം പരിശ്രമിച്ചു. അങ്ങനെ വില്യം ക്യാരി തൻ്റെ ജീവിതം കൊണ്ട് ലോകത്തെ മാറ്റിമറിച്ചു. ഓരോ വ്യക്തിക്കും അവരുടെ കഴിവുകൾ ഉപയോഗിച്ച് സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് അദ്ദേഹം സ്വജീവിതത്തിലൂടെ തെളിയിച്ചു. അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ കാരണം ബംഗാളി സംസ്കാരത്തിൻ്റെ നവോത്ഥാനത്തിന് വലിയ സംഭാവന നൽകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. 1834 ആ വലിയ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. താൻ വന്ന അതേ മണ്ണിൽ തന്നെ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നു. ഒരു സാധാരണ ചെരുപ്പുകുത്തിയായി ജീവിതം തുടങ്ങി ഒരു രാജ്യത്തിൻ്റെ ഭാഷയിലും സംസ്കാരത്തിലും വിദ്യാഭ്യാസത്തിലും സാമൂഹിക നീതിയിൽ പോലും ആഴത്തിൽ സ്വാധീനം ചെലുത്തിയ ആ മഹാത്മാവ്. അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വലിയ കാര്യമാണ്. ഒരു സാധാരണ മനുഷ്യന് അവൻ്റെ ഇച്ഛാശക്തിയും ലക്ഷ്യബോധവും കൊണ്ട് ലോകത്തെ മാറ്റിമറിക്കുവാൻ കഴിയും എന്ന്. അങ്ങനെ ഒരു മഹാൻ്റെ ജീവിതത്തിന് കാലം സാക്ഷിയാണ്. പ്രിയരെ, സമയത്തിൻ്റെ മറ്റൊരു സാക്ഷ്യപ്പെടുത്തലുമായി പുതിയൊരധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.